യേശുനാഥൻ്റെ അധികാരത്തിനും ആത്മീയതയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ശേഷം കർത്താവ് പിശാച് ബാധിതനായവനെ സുഖപ്പെടുത്തുന്നു. യേശുവിനെ കണ്ടപ്പോൾ പിശാച് അലറി വിളിച്ചു, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്ന്, കർത്താവായ യേശുനാഥൻ്റെ ആധികാരികമായ പഠിപ്പിക്കലും. 2, ആത്മീയ യുദ്ധവും. ഈ 2 കാര്യങ്ങളും അവഗണിക്കുക എന്നതാണ് ആത്മീയ ജീവിത ശോഷണത്തിൻ്റെ പ്രധാന കാരണം. ക്രിസ്തുവിൻ്റെ ആധികാരികതയ്ക്ക് നാം കീഴ്വഴങ്ങാതെ, വിശ്വാസ സമർപ്പണം നടത്താതെ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനോ ക്രിസ്തുവിൻ്റെതാകുവാനോ നമുക്ക് സാധ്യമല്ല. ഒന്നാമതായി, ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ പഠനങ്ങളും പാരമ്പര്യങ്ങളും ക്രിസ്തുവിൻ്റെ ആത്മീയ അധികാരവും ഒക്കെ പൂർണ്ണമായും നിഷേധിക്കുന്ന പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഈ 2 യാഥാർത്ഥ്യങ്ങളെയും തിരസ്കരിക്കുന്നതിൻ്റെ ആദ്യപടി ജ്ഞാനോദയ ചിന്തകളാണ്. ലോകജ്ഞാനത്തിൽ എന്നും ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്ന അവസ്ഥ. ബുദ്ധിയിൽ നിന്നുകൊണ്ടും ദൈവത്തെ നോക്കിക്കാണുന്ന തലം. ആധുനിക ലോകത്തിൻ്റെ പ്രവണതയാണ് കാരണങ്ങളൊന്നും ഇല്ലാതെ ചോദ്യം ചെയ്യുക. എല്ലാ പാരമ്പര്യങ്ങളും, എല്ലാ വെളിപാടുകളും, എല്ലാ ബാഹ്യ അധികാരങ്ങളും വ്യക്തിപരമായ യുക്തിയുടെ സൂക്ഷ്മ ദർശിനിയിൽ ഉൾപ്പെടുത്തുകയും സ്വയം ധാർമ്മിക അധികാരത്തിന് സമർപ്പിക്കുകയും ചെയ്യണമെന്ന പ്രവണതയാണത്. എൻ്റെ ചിന്തകൾക്കും ഞാൻ മെനയുന്ന ധാർമ്മികതയ്ക്കും ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമതായി, ഈ യുക്തിയോടുള്ള വിധേയത്വത്തിൻ്റെ ഒരു ഭാഗം അമാനുഷികതയെ അഥവാ ക്രിസ്തുവിലുള്ള ദൈവീകതയെ നിരാകരിക്കുന്നതായിരുന്നു. ദൈവത്തിൻ്റെ അമാനുഷിക അത്ഭുതങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ പോലും തിരസ്കരിക്കുന്ന പ്രവണതയായ സന്ദേഹവാദം വിശ്വാസത്തെ മാറ്റി സ്ഥാപിച്ചു. പ്രിയമുള്ളവരെ, നാം ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും വിശ്വാസികളെ മാറ്റി മറ്റ് ക്രിസ്ത്യൻ സെക്റ്റുകളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള തെറ്റായ ബോധ്യങ്ങൾ, ഭൗതിക വാദങ്ങൾ, സന്ദേഹവാദം, ഇതുപോലെയുള്ള പ്രവണതകൾ ഇന്ന് കണ്ടുവരികയാണ്. അത് ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലും ആത്മീയ അധികാരത്തിന് കീഴിലും നാം നമ്മെ സമർപ്പിക്കാത്തത് കൊണ്ടാണ്. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ ആധികാരികത ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള സത്യമാണ്. അതിനാൽ ആധികാരികതയ്ക്ക് നമ്മെ സമർപ്പിക്കുക, കീഴ്വഴങ്ങുക ഏറ്റവും അഭിലഷണീയമാണ്. കത്തോലിക്ക സഭയെക്കുറിച്ച് മനസ്സിലാക്കാതെ, കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് മുന്നിൽ നാം വിശ്വാസപൂർവം കീഴ്വഴങ്ങാതെ, കത്തോലിക്ക സഭയുടെ ആധികാരികതയെ തിരിച്ചറിയാതെ, ബോധ്യപ്പെടാതെ, ലൗകിക ഭൗതിക വാദഗതികളിൽ നാം നമ്മെ തന്നെ പൂർണ്ണമായും അടിയറവ് പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. എന്നാൽ യേശു അധികാരത്തെ തിരസ്കരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് തിന്മയാകുന്ന പിശാചാണ്. അതാണ് കർത്താവ് പിശാചിനെ ശാസിച്ചുകൊണ്ട് നിശബ്ദനായിരിക്കുക എന്ന് ആജ്ഞാപിച്ച് അവനിൽ നിന്നും പുറത്തു പോകുവാൻ അധികാരപൂർവം പറയുന്നത്. പ്രിയരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ജ്ഞാനസ്നാനത്തിൻ്റെ അധികാരത്താൽ നമുക്കെതിരെ
നമ്മുടെ വിശ്വാസത്തിനെതിരെ വരുന്നതിനെ ആത്മീയ അധികാരത്തോടുകൂടി ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് പുറത്താക്കുവാൻ സാധിക്കണം. നാലാമതായി, ക്രിസ്തുവിൻ്റെ അധികാരത്തിന് നാം സമ്പൂർണമായി കീഴ്വഴങ്ങുന്നില്ല എങ്കിൽ നാം നമ്മുടെ തന്നെ സൃഷ്ടിയായ ഒരു പാതി യേശുവിനെ രൂപപ്പെടുത്തുന്നവരാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നിൽക്കുന്ന യേശു. ഈ കാലഘട്ടത്തിൽ അതിന് ഒരു ചൊല്ലുണ്ട്, ജൂനിയർ യേശു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ വാദഗതികളോ മറ്റുള്ളവരുടെ ചിന്താഗതികളിലോ അല്ല ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അടങ്ങിയിരിക്കുന്നത്. സഭയുടെ പാരമ്പര്യവും സഭയുടെ പഠനങ്ങളും സഭയുടെ ചിന്താഗതികളും ഒരു സുപ്രഭാതത്തിൽ ആരുടെയെങ്കിലും തലയിൽ നിന്ന് ഉരുത്തെരിഞ്ഞതുമല്ല. പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവത്തിൻ്റെ അഭിഷിക്തരായവർ ചിന്തിച്ചും ഒന്നിച്ചിരുന്നും ഓരോ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ സഭയിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ബോധ്യപ്പെടുവാൻ നമുക്ക് ആകണം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഭൗതികവാദവും സന്ദേഹവാദവും ഒക്കെ നമ്മുടെ യഥാർത്ഥ ക്രിസ്തുവിശ്വാസത്തെ തകർക്കാതെ നാം മുന്നേറേണ്ടതുണ്ട്. തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്ത് ക്രിസ്തു അധികാരത്തിൽ നമ്മെ തന്നെ കീഴ്പ്പെടുത്തി നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാഥാ എന്നിൽ കനിയേണം, കൃപയാൽ എന്നിൽ നിറയണം. വാഴ്ത്തും എന്നും നിൻ നാമം, സ്തോത്രം എന്നും നിൻ സവിധേ യേശുവേ. നാഥാ എന്നിൽ കനിയേണം, കൃപയാൽ എന്നിൽ നിറയണം. ക്രൂശിതിൽ ജീവനാൽ എൻ്റെ രക്ഷയായി മാറി. മുൾമുടി ഏറ്റു നീ എൻ ശിരസ്സിതും ഉയരാ. എൻ പാപം പോക്കി നീ എന്നെ യോഗ്യനാക്കി നീ. സന്നിധി അണയുവാൻ അലിവു കാട്ടി നീ. യേശുവേ നാഥാ എന്നിൽ കനിയേണം, കൃപയാൽ എന്നിൽ നിറയണം.
കൃപയാർന്നവൻ നീയേ. ആദ്യനും അന്ത്യനും ആത്മരക്ഷയും നീയേ. തൻ ജീവനേകി നീ എന്നെ വീണ്ടെടുത്തു നീ. താതനിൽ ചേരുവാൻ വഴിയൊരുക്കി നീ. യേശുവേ നാഥനേ, യേശുവേ നാഥനേ, കാൽവരി പുൽകിയ യാഗമേ. നാഥാ എന്നിൽ കനിയണം, കൃപയാൽ എന്നിൽ നിറയണം. വാഴ്ത്തും എന്നും നിൻ നാമം, സ്തോത്രം എന്നും നിൻ സവിധേ. യേശുവേ